ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രൈവറ്റ് ബസ്സിന്റെ കുത്തകകൾ തകർത്തുകൊണ്ടാണ് KSRTC മുന്നേറുന്നത്. നമ്മൾ ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിന് കിട്ടുന്നേക്കാളും വലിയ കളക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. KSRTCയിലും അവിശ്വസനീയമായ മാറ്റങ്ങളുടെ കാലമാണ്. ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുകയും 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യും. എന്ത് മാജിക്കാണ് ഈ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങൾക്ക് പിന്നിലുള്ളത്? ഒപ്പം KSRTCയുടെ പ്രവർത്തനങ്ങളിൽ വന്ന അച്ചടക്കമാണ്, സാമ്പത്തിക അച്ചടക്കം. മറ്റു കാര്യങ്ങളിലുള്ള പരമാവധി യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം. മാക്സിമം ബസ്സുകളെ 1400ഓളം ബസ്സുകൾ ഗ്യാരേജിൽ കിടന്നു പണിയാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇപ്പൊ കുറഞ്ഞ 400-450 വണ്ടി മാത്രമേ അകത്തുള്ളൂ. ബാക്കി വണ്ടികളെല്ലാം വെളിയിലുണ്ട്. ഈ വണ്ടികൾ മാക്സിമം ഓടിക്കുകയും പിന്നെ തൊഴിലാളികളുമായി നല്ല സൗഹൃദത്തിൽ ഏർപ്പെട്ട് അവരുടെ സ്വഭാവ രൂപീകരണം, പിന്നെ അപകടമില്ലാത്ത യാത്ര, മദ്യപാനം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ വീണ്ടും വിശ്വാസം ആർജിച്ചു. ഈ ഒരു സംവിധാനത്തോട് ഒരു ജനവിശ്വാസം ആരംഭിക്കുകയും കഴിഞ്ഞ 2 വർഷമായി വൻതോതിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കണക്കെന്ന് പറയുന്നത് തന്നെ യാത്രക്കാരുടെ എണ്ണം 2023 19,35,000 ആയിരുന്നു. 2024 ആയപ്പോഴേക്കും അത് 19,84,000 ആയി. 2025 അത് 20,27,000 മാറി. ഇപ്പോൾ തന്നെ ഇതുവരെ 2031 വരെ 2026 22,18,000 ആളുകൾ യാത്രക്കാരായി മാറി കഴിഞ്ഞു. അപ്പൊ KSRTC വിട്ട് സ്കൂട്ടറൊക്കെ വാങ്ങിച്ച് കാറൊക്കെ വാങ്ങിച്ച് പോയ ആളുകൾ പോലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പൊതുഗതാഗതത്തെ ആശ്രയിക്കുകയും ഇതിന്റെ ഏറ്റവും ആധുനികമായ ബസ്സുകളും സൗകര്യങ്ങളും ബസ് സ്റ്റേഷനിൽ ഒരുക്കുന്ന സൗകര്യങ്ങൾ ഇതിലേക്ക് ആകൃഷ്ടരായി വന്നിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യം ജീവനക്കാരുടെ ക്ഷേമത്തെ കുറിച്ചാണ്. കാരണം കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ ഏർപ്പെടുത്തിയത്. ഒരു വ്യക്തി അപകടത്തിൽ മരിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 1 കോടി രൂപ കിട്ടും. ആദ്യത്തെ വ്യക്തി ട്രെയിൻ തട്ടി മരിച്ച വ്യക്തിക്ക് ഇദ്ദേഹം വിഴിഞ്ഞത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമായി 1 കോടി രൂപ കൊടുത്തു. അതുകൂടാതെ പെൺകുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കാൻ 5 ലക്ഷം രൂപ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പഠിക്കാൻ 5 ലക്ഷം രൂപ വെച്ച് ഈ ഇൻഷുറൻസിന്റെ ഭാഗമായി കിട്ടും. നോർമലായിട്ടുള്ള ഒരു മരണമാണെങ്കിൽ തന്നെ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം രൂപ കിട്ടുന്ന പോളിസിയും ഉണ്ട്. 2 ബാങ്കുകളാണത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിയൻ ബാങ്കുമാണത് കൈകാര്യം ചെയ്യുന്നത്. ഇഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് ആളുകൾക്ക് മാറാം. 10,000 രൂപ ഒരു വർഷം അടച്ചാൽ, 10,000 വർഷം അടച്ചാൽ വീട്ടിലെ 4 പേർക്ക്, ഭാര്യ, ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ, ഈ 4 പേർക്ക് 50 ലക്ഷം വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ആശുപത്രിയിലും സൗജന്യമായിരിക്കും. കാർഡ് കൊടുത്ത് ചികിത്സിച്ചിട്ട് പോരാം, അവിടെ ഇൻഷുറൻസ് ഉണ്ട്. ഇത്തരത്തിൽ ക്ഷേമ പ്രശ്നം നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ KSRTC ഒരു ആശുപത്രി തുടങ്ങുകയാണ്. കിഴക്കേക്കോട്ടയിൽ KSRTC സ്ഥലത്ത് ആശുപത്രി തുടങ്ങുന്നു. ഇത് ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, പാവപ്പെട്ട ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയാലിസിസ് മെഷീൻ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡോക്ടറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് നെഫ്രോളജിസ്റ്റിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ സൗജന്യമായി തരുന്നതാണ് സേവനം. അപ്പോൾ ആ പ്രദേശത്തുള്ള സാധുക്കളായ ആളുകൾക്ക് കോസ്റ്റ് പ്രൈസിൽ ഡയാലിസിസ് ഒരു ദിവസം 10 ബെഡാണ് നമുക്ക് ഒടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 ബെഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, 10 മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 പേർക്ക് ഒരു സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും അവിടെ എല്ലാ മരുന്നുകളും ഏറ്റവും ന്യായ വിലയ്ക്ക് അവിടുത്തെ ഫാർമസിയിൽ നിന്ന് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ജീവനക്കാർക്ക് മാത്രമല്ല, ആ പ്രദേശത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എത്തുന്ന യാത്രക്കാർക്ക് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ. KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുന്ന കുടുംബസമേതം എത്തുന്നവർക്ക് ഇരിക്കാനുള്ള എയർ കണ്ടീഷൻ റൂം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. AC വിശ്രമമുറി, അതിൽ കുടുംബസമേതം ഇരിക്കാം. സ്ത്രീകൾക്ക് പ്രത്യേകം ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനകത്ത് വായിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്. അതുകൂടാതെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വളരെ തുച്ഛമായ പൈസയ്ക്കാണ് 1 മണിക്കൂർ ഇരിക്കുന്നത്. അപ്പൊ ഇരിക്കുമ്പോൾ തന്നെ ഗ്ലാസ് കൊണ്ടുള്ളൊരു നിർമ്മിതിയാണ്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു സാധനമാണ്. അപ്പൊ അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന വണ്ടി കാണാം. അപ്പൊ വണ്ടി വരുമ്പോൾ കാണുമ്പോൾ എണീറ്റ് പോയാൽ മതി. പിന്നെ യാത്രക്കാർക്കുള്ള ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇപ്പം ബസ് വരുന്ന എത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ എത്ര സെക്കൻഡിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബസ് ഈ സ്റ്റാൻഡിൽ എത്തും എന്ന് നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റുന്ന KSRTC ചലോ ആപ്പ് വന്നിട്ടുണ്ട്. അത് കൂടാതെ ബസ് സ്റ്റേഷനുകളിൽ ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട്. വിമാനം വരുന്ന പോലെ എത്ര മിനിറ്റിനുള്ളിൽ വരും എന്ന് കൃത്യമായി എഴുതി കാണിക്കുന്ന, ആ ബസ്സിന്റെ തന്നെ GPS നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റുകളും നന്നാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ എല്ലാ ടോയ്ലറ്റുകളും സുലഭ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിക്ക് കൈമാറി. അവരത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഈ വെറുതെ പൈസ കിട്ടാൻ വേണ്ടി ടോയ്ലറ്റുകൾ നശിപ്പിക്കാൻ കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. ടോയ്ലറ്റുകളെല്ലാം വൃത്തി. അപ്പൊ യാത്രക്കാർക്ക് യാത്രയിൽ മാത്രമല്ല, യാത്ര ചെയ്ത് പോകുമ്പോൾ ഏറ്റവും നല്ല ഹോട്ടൽ, 70-ലധികം ഹോട്ടലുകൾ ഞങ്ങൾ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ മാത്രമേ വണ്ടി നിർത്തുള്ളൂ. അവിടെ സ്ത്രീകൾക്ക് 2 ടോയ്ലറ്റ്, പുരുഷന്മാർക്ക് 2 ടോയ്ലറ്റ്, പിന്നെ കിച്ചൺ, ഡൈനിങ് ഹാൾ എല്ലാം ഒരു 2 മാസത്തിലൊരിക്കൽ KSRTCയുടെ ഇൻസ്പെക്ഷൻ വിങ് പോയിട്ട് ഒരു ടീം പോയിട്ട് പരിശോധിച്ച് അക്രഡിറ്റേഷൻ വീണ്ടും വേണമെന്ന് തീരുമാനിക്കും. അവിടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആണ്. വേറെ ഒന്നുമില്ല. KSRTC അതുകൊണ്ട് ഒരു ലാഭമില്ല. KSRTC പക്ഷെ അവിടെ നിർത്തി കൊടുക്കുമ്പോൾ യാത്രക്കാർക്ക് ടോയ്ലറ്റിൽ പോകാനും നല്ല ഭക്ഷണം കഴിക്കാനും
അവസരം ഉണ്ടാകുന്നുണ്ട്. കുടുംബസമേതമുള്ള യാത്രക്കാരുടെ എണ്ണം KSRTC വർദ്ധിച്ചിട്ടുണ്ട്. ശ്രീ AC മൊയ്തീൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള മന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. KSRTCക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ കഴിയുന്ന പുതിയ ടിക്കറ്റ് ഇതര വരുമാന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? കോഴിക്കോട് ബസ് ടെർമിനൽ കൊടുക്കാനുള്ള വല്ല നടപടികളും ആയിട്ടുണ്ടോ എന്നും കൂടെ പറഞ്ഞാൽ നന്നായി. യെസ് മിനിസ്റ്റർ. അദ്ദേഹം വാടക കൊടുത്തിരുന്ന കെട്ടിടങ്ങളാണ്. ഏതാണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ 2023 151 കടകളാണ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഒഴിഞ്ഞു കിടന്നത്. ഇതിൽ പലതിനും മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ കടകൾ ഒഴിഞ്ഞു കിടക്കുന്നത് പത്തനംതിട്ടയിലാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നമുക്ക് നമ്പർ ഇട്ട് കിട്ടുന്നില്ല. അവിടെ ഒരു STP വെക്കണം എന്ന് പറഞ്ഞു. അത് വെക്കാത്തത് കൊണ്ട് അത് എടുത്ത് കോൺട്രാക്ടർ മരിച്ചുപോയി, അങ്ങനെ പ്രശ്നമായി കിടക്കുകയാണ്. അതിപ്പോൾ വീണ്ടും ഞങ്ങൾ തന്നെ KSRTC തന്നെ STP വെച്ചുകൊണ്ട് ഈ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 50 കടയെങ്കിലും പത്തനംതിട്ടയിൽ കൊടുക്കാൻ കഴിയും. ഏതാണ്ട് 151 കടകൾ കൊടുക്കാനുണ്ടായിരുന്നു. സ്ഥിരമായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നതെല്ലാം. അതിൽ നടപടിയുള്ള 101 കടമുറികൾ, 101 കടമുറികളും 151 കടകൾ ഒഴിഞ്ഞു കിടന്നതിൽ സ്ഥിരമായി ഒഴിഞ്ഞു കിടന്നാണ്. പണിതിട്ട് വർഷങ്ങളായി. പിന്നെ കാസർഗോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിൽ 101 കടകൾ ടെൻഡർ ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയ വരുമാന വർധനവ്. ഇനി 56 സ്ഥലങ്ങളിലേക്ക് നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിന് അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്തിട്ട് 26 ലക്ഷം രൂപ ഒരു മാസം അധിക വരുമാനം. നേരത്തെ കിട്ടിയിരുന്ന വരുമാനത്തെക്കാൾ ഈ ഒരു ടെൻഡറിലൂടെ അധിക വരുമാനമായി 26 ലക്ഷം രൂപ ഒരു മാസം KSRTC കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. ഡ്രൈവിംഗ് സ്കൂളിലൂടെ വലിയ ഗുണമാണ്. നല്ല ഡ്രൈവറെ സൃഷ്ടിക്കാൻ കഴിയുന്നു. നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന ഡ്രൈവറെ സൃഷ്ടിക്കാൻ കഴിയുന്നു. അതോടൊപ്പം അതിന്റെ ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് 3 മാസം മുമ്പുള്ള കണക്ക് ഞാൻ പറയാം. ആ കണക്ക് ഇപ്പോഴത്തെ പ്രസന്റ് കണക്ക് എനിക്ക് അറിയില്ല. 3 മാസം മുമ്പുള്ള കണക്കനുസരിച്ച് 2,87 ലക്ഷം രൂപ ഡ്രൈവിംഗ് സ്കൂൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു KSRTC. 22 ഡ്രൈവിംഗ് സ്കൂൾ. കഴിഞ്ഞ ദിവസം ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 22ാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. മറ്റ് MLA മാർ ആവശ്യപ്പെട്ട പ്രകാരം ഇനി 31 ഡ്രൈവിംഗ് സ്കൂളാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. മറ്റ് MLA മാർ എല്ലാ സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. അവരുടെ എല്ലാ മണ്ഡലങ്ങളിൽ 31 ഡ്രൈവിംഗ് സ്കൂളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 22 പൂർത്തിയായി. പിന്നെ അതുകൂടാതെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ വലിയ വർധനമാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ അത്ഭുതകരമായ വർധനമാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ മാസം കിട്ടിക്കൊണ്ടിരുന്ന 1 കോടി രൂപയായിരുന്നു. 2021, 22, 23 വരെ 1 കോടി 1.25 കോടി വരെ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം ബഡ്ജറ്റ് ടൂറിസത്തിൽ നമുക്ക് ലഭിച്ചത് 4.5 കോടി രൂപയാണ്. അതിൽ ഏതാണ്ട് ഈ മാസം കിട്ടിയത് 5.5 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ ജനുവരി മാസത്തിലെ ഈ മാസത്തിൽ ഏതാണ്ട് 5.5 കോടി രൂപ കിട്ടി. അതിൽ 65 ലക്ഷം രൂപ ലാഭമാണ് ആ ഒരു മാസം. അപ്പൊ അങ്ങനെ KSRTC മാറുകയാണ്. അത് മറ്റു വരുമാനങ്ങളിൽ വലിയ വർധനമാണ് KSRTC ഉണ്ടാക്കുന്നത്. ഇനി പരസ്യങ്ങളിലൂടെയും ഒക്കെ. ഇനി ബസ്സിന്റെ പുറത്തെ പരസ്യം മാത്രമേ ഇങ്ങനെ കേസും വഴക്കമായിട്ട് കിടക്കാൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അത് വരും. അതുകൂടാതെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം കോഴിക്കോട് ബസ് ടെർമിനലിനെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു വിദഗ്ധ സംഘത്തെ, പാട്ടൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരു ടീമിനെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കി. PWDയോടെ ഒരു ഈ ബിൽഡിംഗ് സ്ട്രെങ്ത് നോക്കാൻ വേണ്ടി ഒരു ടീമിനെ ചോദിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനം നടത്തിയതിനു ശേഷം ഇതിന്റെ സ്ട്രെങ്ത്, ഞാനത് പോയി കണ്ടതാണ്. അതിലെ സ്ട്രെങ്തിന് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഒരു കള്ളത്തരം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് സ്ട്രെങ്ത് ഒന്നും കുഴപ്പമില്ല. അതിന്റെ വാർത്തിരിക്കുന്ന തട്ടുകളിൽ ചില വളമൊക്കെ ഉണ്ട്. അപ്പൊ അത് പൊളിച്ച് വാർത്താൽ മതി. പിന്നെ ചോരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. 2 ബ്ലോക്കായിട്ടാണ് ഈ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ മഴവെള്ളം ഇറങ്ങാൻ, ഈ മഴവെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെള്ളം ഇറങ്ങുന്ന കാണുമ്പോൾ ഇത് ചോർച്ചയാണെന്ന് തോന്നുകയാണ്. ആ കെട്ടിടത്തിന് എത്രയും അധികം ഒരു ദിവസം 200-300 ബസ്സുകൾ ഈ ബസ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി ഇറങ്ങുമ്പോൾ ഒരു അനക്കമില്ല. അപ്പൊ എന്താണ് കുഴപ്പം? എവിടെയാണ് കുഴപ്പം? അപ്പൊ ആരും അങ്ങനെ പ്രചരിപ്പിച്ചാണെന്നാണ് എന്റെ വിശ്വാസം. അതെന്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ ഉറപ്പിച്ച് പറയല്ല. പക്ഷേ അത് പഠിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവരെ പഠന റിപ്പോർട്ട് ഉടനെ കിട്ടും. കിട്ടിയാൽ ഉടനെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി അത് തുറക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കുഴപ്പം ഉള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നി. ഈ നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ ലാഭകരമാക്കാനും സമയനിഷ്ഠ പാലിക്കാനും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഈ നഷ്ടത്തിൽ പലപ്പോഴും ഓടിയിരുന്നതിന്റെ രഹസ്യം എന്ന് പറയാം, പരസ്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. ഈ പ്രൈവറ്റ് ബസ്സിന്റെ മുന്നിൽ കയറി ഓടുന്ന ഒരു സ്വഭാവമുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ വളരെ പുതിയ വണ്ടികളായിരിക്കും. അവർ മത്സരിച്ച് ഓടാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഡ്രൈവർമാർ അതിന് മത്സരിച്ച് ഓടാൻ തയ്യാറല്ല. മത്സരിച്ച് ഓടിയാൽ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പോളിസി, ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒരു തീരുമാനം എടുത്തു. ഈ പ്രൈവറ്റ് ബസ്സിന്റെ തലയ്ക്കൽ ഓടുന്ന പരിപാടി നമുക്ക് നിർത്താം. അവരൊരു ബിസിനസ്സാണ്, അവർ ടാക്സ് അടയ്ക്കുന്നവരാണ്, അവർ നടത്തട്ടെ. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന മലയോര മേഖലകളടക്കം പുതിയ ബസ് വാങ്ങിക്കൊണ്ട്, ചെറിയ ബസ് വാങ്ങി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കളക്ഷൻ വർദ്ധിച്ചു. ഈ കളക്ഷൻ വർദ്ധിച്ചതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷന് പോകണ്ട എന്നുള്ള തീരുമാനമാണ്. അവരും പൈസ ഉണ്ടാക്കുന്നു, അവർ ടാക്സ് അടയ്ക്കുന്നു, അവർ ജീവിക്കുന്നു. നമ്മളൊരു സൈഡിൽ കൂടെ
മുന്നേറുന്നു. നമുക്ക് അതിന്റെ മനുഷ്യന് നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സോ ഒരു KSRTC ബസ്സോ ഒന്നും പോകാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന റൂട്ടുകളിലേക്ക് നമ്മൾ ഷിഫ്റ്റായി. കുറെ ലോക്കൽ റൂട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ നമുക്ക് ലോക്കൽ ബസ്സുകളിൽ നല്ല കളക്ഷൻ വരെയാണ്. അതിൽ അത്ഭുതകരമായ ഒരു കാര്യം, ഒരു കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നത് ഒരു ബസ്സിന്റെ ഏണിങ്സ് പെർ കിലോമീറ്റർ ആണ്. 2021 ഒരു ബസ് 1 കിലോമീറ്റർ ഓടുമ്പോൾ നേടിയിരുന്നത് 34 രൂപ 62 പൈസയായിരുന്നു. 2022 ബസ് നേടുന്നത് 46.84 ആണ്. 2023 48.16 ആയി. 2024 48.46 ആയി. 2025 50.88 ആയി. 2026 ഇന്ന് വരെ 31/1 വരെ ഏതാണ്ട് 50.81 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരാശരിയാണ് ഈ ഏണിങ്സ് പെർ കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏണിങ്സ് പെർ കിലോമീറ്റർ ആണ് സാർ. യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ബഹുമാനായ മന്ത്രി പറഞ്ഞപ്പോ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്, അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. പ്രൈവറ്റ് ബസ്സുമായി അൺഹെൽത്തി കോമ്പറ്റീഷൻ അല്ല. പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി. ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കുകയാണ്. ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കത്തില്ല. കാരണം പ്രൈവറ്റ് ബസ്സിന്റെ കുത്തകകൾ തകർത്തുകൊണ്ടാണ് KSRTC മുന്നേറുന്നത്. നമ്മൾ ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിന് കിട്ടുന്നതിനേക്കാളും വലിയ കളക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ കോമ്പറ്റീഷനിൽ മുന്നിലുണ്ട്, നല്ല വണ്ടി വാങ്ങിച്ചതിന്റെ മുന്നിലുണ്ട്. ദീർഘദൂര സർവീസുകൾ മുഴുവൻ നമ്മുടെ കയ്യിലാണ്. ഈ ലോക്കൽ ബസ്സുകളിലാണ് പലപ്പോഴും പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെറിയ ബസ്സുകൾ വാങ്ങിച്ചാൽ നമുക്ക് ഉൾപ്രദേശങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, ട്രൈബൽ ഏരിയകളിലൊക്കെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാരണവശാലും പ്രൈവറ്റ് ബസ്സിന്റെ അടുത്ത് മാറിക്കൊടുക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട, അത് മാറില്ല. ശ്രീമതി OS അംബിക. സാർ, എന്റെ ചോദ്യം KSRTCയിൽ ഈ ഓഫീസ് സംവിധാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ പുരോഗതി വ്യക്തമാക്കാമോ? ഒരുവിധം ഡിപ്പോകളുള്ള സ്ഥലത്തെ എല്ലാം MLA-മാരെ അവരുടെ ഫണ്ട് വെച്ച്, KSRTCക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് MLA-മാരോട് അഭ്യർത്ഥിച്ചിരുന്നു. അവരുടെ MLA ഫണ്ട് ഉപയോഗിച്ച് മിക്കവാറും എല്ലാ MLA-മാരും ഈ ഓഫീസ് ഉണ്ടാക്കാനുള്ള കമ്പ്യൂട്ടർ വാങ്ങി തന്നു. അത് 7 ലക്ഷം രൂപ വരെ അവർ തന്നു കഴിഞ്ഞാൽ ഈ ഓഫീസായി മാറും. ഇനി കുറച്ച് ഓഫീസിനുകൊണ്ട് ഈ ഓഫീസായി മാറാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉടൻ തന്നെ KSRTC പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അതുകൂടി ഈ ഓഫീസാകും. ഈ ഓഫീസാകുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ഫയലുകൾ, അവരുടെ ഈ പെൻഷൻ ഫയലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റിട്ടയർമെന്റിന്റെ കാര്യങ്ങൾ, മറ്റു പേപ്പറുകളെല്ലാം വേഗത്തിലാക്കാൻ കഴിയും. ശരിക്കും കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് ഒരു ദിവസം ശരാശരി മാക്സിമം 1 മണിക്കൂർ കൂടുതൽ ജോലി ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ വന്ന സ്ഥലങ്ങളുടെ കണ്ടുപിടുത്തം. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഈ ഓഫീസാക്കി മാറ്റും. ഏതാനും അടുത്ത 2 ആഴ്ചക്കുള്ളിൽ എല്ലാ ഓഫീസുകളും ഈ ഓഫീസായി മാറും.